വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്ത് എനിക്ക് സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക. ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ, അത് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല, അത് എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമല്ല. സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഗ്യാസിൻ്റെ പ്രൈസ് ഏപ്രിൽ മുതൽ കൂടുമെന്നാണ് ഇപ്പോൾ ചെറിയ ഒരു റിപ്പോർട്ട് വന്നത്. അത് കോസ്റ്റ് ഓഫ് ലിവിങ്, അതിന് ഇൻഫ്ലേഷനും മറ്റുള്ള രീതിയിലും ഒക്കെ ഇവിടുത്തെ എക്കണോമിയെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ചൈനൻ്റെ മാനുഫാക്ചറിങ് 12 മാസത്തെ ഏറ്റവും വലിയ ഇതിലേക്ക് പോയിട്ടുണ്ട്. ഇതൊന്നുമല്ല കേട്ടോ, എന്തെങ്കിലും പറയാനുള്ള വീഡിയോയിൽ ആപ്പിളിന് $162 മില്യൺ ആൻറ്റി ട്രസ്റ്റ് ഫൈന് ഫ്രാൻസ് ചുമത്തിയിട്ടുണ്ട്. അതല്ല ഇന്ന് എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് 1%. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ഓയിൽ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്ക് നേരെ റഷ്യ ട്രംപ് നടത്തുന്ന പീസ് ഡീലുമായിട്ട് കോർപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ റഷ്യൻ ഓയിൽ വാങ്ങുന്ന രാഷ്ട്രം, റഷ്യക്ക് തന്നെയല്ല പറയുന്നത്, റഷ്യൻ്റെ ഓയിൽ വാങ്ങുന്ന ആ രാഷ്ട്രങ്ങൾക്കെതിരെ 25% താരിഫ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വലിയൊരു ത്രെട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഇറാനും ഒരു ത്രെട്ട് കൊടുത്തിട്ടുണ്ട്. ബോംബ് ഇടും അല്ലെങ്കിൽ മിലിറ്ററി ആക്ഷൻ ഉണ്ടാവും ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട്, ന്യൂക്ലിയർ ഡീലുമായി സഹകരിച്ച് പോയിട്ടില്ലെങ്കിൽ. അതേപോലെ തന്നെ ഈ ഇറാനും ഇങ്ങനത്തെ ഓയിലിൻ്റെ കാര്യങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇറാന് താരിഫ് ത്രെട്ടും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് എന്താ അറിയോ, ഇപ്പോൾ ഇന്ത്യ ചൈന എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ ഇത് നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ വേൾഡ് ലാർജസ്റ്റ് ഓയിൽ, സെക്കൻഡ് ലാർജസ്റ്റ് ഓയിൽ എക്സ്പോർട്ടറാണ്. അവിടെ നിന്നുള്ള ഓയിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ചൈന രാഷ്ട്രങ്ങൾ, അപ്പോൾ ഇവിടെയൊക്കെ ഓയിലിൻ്റെ പ്രൈസ് മറ്റുള്ളതൊക്കെ കൂടെയൊക്കെ കൂടാനുള്ള സാധ്യതകൾ അത് വേറെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ ട്രേഡ് വാർ അൺസർട്ടനിറ്റി, ഒരു ടെൻഷൻ ഇവിടെ വരികയാണ്. അപ്പോൾ സ്വർണ്ണവില വീണ്ടും കുതിച്ചേർന്നേക്കും. ഏപ്രിൽ 3 വരെ 3-ന് ശേഷം അതും റഷ്യ-യുക്രൈൻ യുദ്ധം ഇപ്പോഴും സ്ട്രോങ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 520 രൂപ ഉയർന്നിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, 67,400 മാറിയിട്ടുണ്ടായിരുന്നു. ഈ 67,400 കൂടി ഇപ്പോൾ ഗോൾഡ് $28 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നാളെ ഒരു 80 രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത്.